ആള് എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്നു. ആളെ കാണാൻ വേണ്ടിട്ട് കുറച്ച് വർഷങ്ങളായി. പക്ഷെ ആ ഒരു ഇതൊന്നും ഇല്ല, എന്താ പറയാ, ഒരു ഫീലിങ്സ് അറിയില്ല, ഒരു നോർമൽ കൊലീഗിൻ്റെ അതില്ലേ. പിന്നെ ഇപ്പം അടുത്താണ് ഒന്ന് കുറച്ചുകൂടി ആളെ അറിയാനും പിന്നെ എന്താ പറയാ ഒരു മാരേജിലേക്ക് നമ്മൾ വന്നത്. അപ്പൊ ഒരു ദിവസം ഇവര് ചായ കുടിക്കാൻ വേണ്ടിട്ട് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പ്രൊഫൈലും നോക്കലും ഇതൊക്കെ ആയിട്ടൊന്നും സെറ്റ് ആവണ്ടായിരുന്നില്ല. 6 കൊല്ലായി. പിടിക്കില്ല പിന്നെ എന്റെ അടുത്ത് വന്നു. എന്നിട്ട് പിന്നെ ഫോട്ടോ കാണിച്ചു പെട്ടെന്ന്. ഈ കുട്ടീനെ കാണാൻ എങ്ങനെയുണ്ട്, ഭംഗിയുണ്ടോ, ഇഷ്ടായോ, നിനക്ക് ഇഷ്ടായോ, എങ്ങനെയുണ്ട്, കുഴപ്പമില്ലല്ലോ, പാറുവിനും കാണിച്ചില്ലേ ഫോട്ടോ, ആദ്യയുടെ ഫോട്ടോ കാണിച്ചില്ലേ? എന്നിട്ട് എന്താ പറഞ്ഞേ? ബേബിക്ക് ഇഷ്ടായോ പറഞ്ഞ. അപ്പൊ ഇയാൾക്ക് തന്നെ ഒടുക്കത്തെ ക്രഷായിരുന്നു വർക്കിന്റെ സമയത്ത്. ഉണ്ടായിരുന്നെങ്കിൽ മനസ്സിലായി ചോദിച്ചാൽ ആള് പോലെ പച്ചയ്ക്ക് വരും, എനിക്കതിന് ഇഷ്ടമാണ്, എനിക്കിനെ കെട്ടിക്കൂടെ, അപ്പൊക്കെ തമാശക്കായിരുന്നു. അധികം സീസൺ എടുത്തില്ല. പിന്നീട് ഞാൻ ചോദിച്ചപ്പോഴാണ് ആൾക്ക് ആ ഒരു തമാശ മൊത്തം സീരിയസ് മോഡിലേക്ക് വന്നത്. അത് അവൾക്ക് ഇഷ്ടമുണ്ട്, എനിക്ക് അവൾക്ക് ഇഷ്ടമുണ്ടായിട്ട് ഇപ്പോഴൊന്നുമല്ല. അവൾക്ക് നേരത്തെ ഇഷ്ടമുണ്ടായിരുന്നു. ഫ്രണ്ട്സിന് ഇതിൽ നല്ല റോളുണ്ട് ആക്ച്വലി. അവരാണ് ഇതിലേക്ക് എന്നെ മോട്ടിവേറ്റ് ചെയ്തത്. പക്ഷെ അവന് ഒന്ന് ഇഷ്ടം തുടങ്ങി. അവന് സ്റ്റാർട്ടിങ് ട്രബിൾ മാത്രമല്ല, അവന് വളരെ വൈകിയാണ്. ചില ബെസ്റ്റ് ക്ലാസ് സ്കൂട്ടേഴ്സ് ഇല്ല, കിക്ക് സ്റ്റാർട്ട് ചെയ്താലും സ്റ്റാർട്ട് ആകത്ത്. പിന്നെ ഒന്ന് ഇച്ചിരി ഒന്ന് ഷേക്ക് ചെയ്യണം. അതിന് നമ്മൾ വന്നു, ഞാൻ അവനെ ഒന്ന് ഇച്ചിരി ഷേക്ക് ചെയ്ത് കൊടുത്ത് ഇനി നീ ചാട്ട് അങ്ങനെ സ്റ്റാർട്ടായി. ലൈക്ക് അച്ഛനമ്മയും ഭയങ്കര ഫ്രീ ആയിട്ട് നമ്മളെ വിടുന്ന ആൾക്കാരാണ്. നല്ല അടിപൊളി പാരൻസ് ആണ്. അതിനെ ഫോഴ്സ് ചെയ്യുന്ന കാര്യങ്ങളോ റെസ്ട്രിക്ഷൻസോ അങ്ങനെയൊന്നുമില്ല. നമ്മൾ റൈറ്റാണ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നന്നായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ വീട്ടിൽ നല്ല ഹാപ്പിയാണ് എല്ലാവരും. പിന്നെ പാറുവിന്റെ ഫേവറേറ്റ് ആണ് ആദ്യം, അല്ല ബേബിയെ? ഐ വാണ്ടഡ് ഫോർ മൈ ബ്രദർ. ഇറ്റ്സ് എക്സാക്ട്ലി ദാറ്റ്സ് വാട്ട് ഷീ ഈസ്. ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് എന്തുണ്ടെങ്കിലും എനിക്ക് ആസ് എ സിസ്റ്റർ എനിക്ക് ആദ്യമായിട്ട് സംസാരിക്കാൻ പറ്റും. സിസ്റ്റർ ഇൻ ലോ അല്ല, മൂപ്പരാളെ ഒരു സിസ്റ്റർ തന്നെയാണ്. ഷീ ഈസ് എ മോർ ഓഫ് എ സിസ്റ്റർ ടു മീ. എന്റെ പുറകെ നടന്നിട്ട് പിന്നെ 2 വർഷം കഴിഞ്ഞിട്ട് നടന്നൊന്നുമില്ല. ക്രഷ് ഉണ്ടായിരുന്നു, അത് സത്യം. ജസ്റ്റ് ക്രഷ്. അഭി ഭയങ്കര സോഫ്റ്റ് സ്പോക്കൺ ആണ്. അപ്പം അതാണ് എനിക്ക് മെയിൻ ഒരു അട്രാക്ഷൻ ആയിട്ട് തോന്നിയത്. എനിക്ക് അങ്ങനെ ലൈക്ക് എനിക്ക് ക്ലോസസ്റ്റ് ആയ ആരും സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടില്ല. അതുകൊണ്ട് ആള് ചെയ്ത് പറഞ്ഞാലും ഞാൻ അതാണ് നമുക്ക് കിട്ടിയൊരു അഡ്വാൻറ്റേജ്.
അപ്പോൾ അബിയെ പറ്റി പറയുവാണെങ്കിൽ വെരി കാം ക്വയറ്റ് ഗായ്. വി നെവർ എക്സ്പെക്ടഡ് ഹിം ടു മാരി a vibrant girl like Ajra. That is for sure. I thought we almost gave up hope about him. He was the last one to get married Among us. Yes, that's true. But thank God this happened, and we are so happy. We are very happy. We made our own way, no stopping us. ശാശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന ക്യാരക്ടറാണ്, പക്ഷെ ഭയങ്കര സ്വീറ്റുമാണ് അറ്റ് എ ടൈം തന്നെ. ബട്ട് അഭിയേട്ടൻ എന്ന് പറയുന്നത് അങ്ങനെയല്ല, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ആളാണ്. ബട്ട് പെട്ടെന്ന് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, കുറച്ചുകൂടി ഈസി ആയിട്ട് കാര്യങ്ങൾ നോക്കാൻ പറ്റുന്ന ഒരാളാണ്. ശാശുവിന് ഇപ്പം നന്നായിട്ട് എന്തായാലും മിസ് ചെയ്യും. ലൈക്ക് എനിക്ക് അമ്മ കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ന് പറയുന്നത് ശാശുവാണ്. ഞാൻ ചേച്ചീനെ ശാശു എന്നാണ് വിളിക്കാറ്. സോ അത് ആളെ നന്നായിട്ട് എന്തായാലും മിസ് ചെയ്യും. It feels like we're finally living. We are wide awake. It's all Truly happy. ഏറ്റവും ലാസ്റ്റ് കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചതല്ല, എന്നാണ് ആദ്യം കല്യാണം കഴിക്കാൻ നോക്കിയത്. ഞങ്ങൾ രണ്ടുപേരും 5 വർഷമായി കല്യാണം കഴിച്ചത്. അതിൻ്റെ അവസാനം ഇവനെ കെട്ടി. പക്ഷെ we are truly happy and finally he is done. open wide. The future's on our side. We'll touch the stars. We'll follow our hearts into the light. Walk with me. I know Abby from school, from Evanston. He's always been hush inside the house. It's very difficult to see him. I think in a year we'll meet him 4 times. 4 പേരും. അപ്പം ഇതെല്ലാം ഈ കല്യാണം ഞങ്ങളോട് very last moment ആണ്. Congratulations and from the whole gang, wishing you all the best. We are wishing you all A happy married life. Welcome to the club. Woo!